നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1016th day. Today 24th sloka of Prathama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1016 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാം അധ്യായത്തിൽ 24ാമത്തെ ശ്ലോകം. തസ്യാഭി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈത്യനിശ്ചതോ ജീർണോ ജരയാ വാസസി ഇവ. ഓം തത്സത്. തസ്യാഭി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. പരൈത്യനിച്ഛതോ എന്നാണ് ആ പദം. പദം പിരിക്കേണ്ടത് തസ്യ അഭി തവ ദേഹ അയം. ദേഹോയം എന്നുള്ളത് ദേഹ അയം. കൃപണസ്യ ജിജീവിഷോ പരേതി അനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. കൃപണസ്യ എന്ന് പറഞ്ഞാൽ വിരക്തിയില്ലാത്തവൻ. കൃപണനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ലൗകികത്തിൽ അത്യധികം ആഗ്രഹം കാണിക്കുന്ന, ദൈവികത്തിൽ അധികം പോകാത്ത, വിരക്തി വരാത്ത ആളെയാണ് കൃപണൻ എന്ന് പറയുന്നത്. കൃപണസ്യ ജിജീവിഷു, ജീവിപ്പാൻ ഇച്ഛിക്കാൻ, ജീവിതത്തിൽ അത്യാശയുള്ളവൻ, ജീവിക്കാൻ ആശയുള്ളവനും. തസ്യ തവ അഭി, ആ അങ്ങയുടെയും. അയം ദേഹ, ഈ ശരീരം. അനിച്ഛത, ഇച്ഛിക്കാതിരിക്കെ. പരേതി, നശിക്കും. വാസസി ഇവ, വസ്ത്രങ്ങൾ എന്ന പോലെ. ജരയാ, ജര കൊണ്ട്. ജീർണിച്ചിരിക്കുന്നു. അതായത് വിതുരർ വീണ്ടും പറയുകയാണ്, ഈ വിധം ലൗകികത്തിൽ മുഴുകി സംഭവിച്ചതൊന്നും ഓർക്കാതെ ദൈനംദിന ജീവിതത്തിൽ വീണ്ടും വീണ്ടും കുറേ കാലം ജീവിക്കാനെന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ ഈ ശരീരം ജീർണിച്ചിരിക്കുന്ന വസ്ത്രമെന്നുപോലെ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് അവിടുന്ന് ഇച്ഛിക്കാത്ത സമയത്ത് പറയുകൂടെ പോലും ചെയ്യാതെ ഈ ശരീരം നശിച്ചേ പറ്റുകയുള്ളൂ. ജീർണിച്ച തുണി മാതിരി, വസ്ത്രം മാതിരി ഇത് നശിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നശിക്കില്ല എന്നൊന്നുമില്ല. അതായത് നാം മരിക്കേണ്ട, എനിക്ക് ജീവിക്കണം കുറേ കാലം എന്ന് കരുതി ശരീരത്തിനെ എത്ര സൂക്ഷിച്ചാലും അത് നശിച്ചേ തീരൂ. ആഗ്രഹമുണ്ടായാലും നശിക്കാതിരിക്കില്ല. ഈ ശരീരം പ്രായമാകുമ്പോൾ ഉറപ്പായിട്ടും വേഗം നശിക്കും എന്നുള്ളത് ഉറപ്പാണ്. എപ്രകാരം വസ്ത്രം പഴകിക്കഴിഞ്ഞാൽ കീറുമോ നശിക്കുമോ അപ്രകാരം തന്നെ ഈ ശരീരവും നശിക്കാൻ്റെതാണ്, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നശിക്കുകയും അടുത്ത് തന്നെ നശിക്കും. എന്തെന്നാൽ വയസ്സ് ഏറെ ആയിക്കഴിഞ്ഞു. ശരീരത്തിൻ്റേതായ ആ തത്വം പറയുകയാണ്. എത്ര തന്നെ നാം ആഗ്രഹിച്ചാലും, എങ്ങനെ തന്നെ പോറ്റി വളർത്തിയാലും, നാം ഇച്ഛിക്കാതെ തന്നെ, നമ്മുടെ ആഗ്രഹമില്ലാതെ തന്നെ ശരീരം ഒരു നാൾ നശിക്കും. ആ ശരീരം നശിക്കുന്നതിന് മുൻപേ ശരീരത്തിനും അതീതമായിട്ടുള്ള ആ ദിവ്യ ചൈതന്യത്തെ പിടിച്ചുകൊള്ളുവാൻ വേണ്ടിയാണ് വിരക്തി വന്ന് കാട്ടിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ധ്യാനം ചെയ്ത് ഭഗവത് പ്രാപ്തി ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ശരീരത്തോടൊപ്പം ആത്മാവിനും ഉയർച്ചയില്ലാതെ നശിച്ച് കീഴ്പോട്ടുള്ള ജന്മങ്ങളിലേക്ക് പോകേണ്ടി വരും. അതാണ് ഇപ്രകാരം ഉപദേശിച്ച് ഈ ദൈനംദിന ജീവിതത്തിൽ നിന്നും
മോക്ഷം നേടൂ, മുന്നോട്ട് വരൂ, തപസ്സിനായിക്കൊണ്ട് കാട്ടിലേക്ക് പോകാം, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് തപസ്സിനായിക്കൊണ്ട് കാട്ടിലേക്ക് പോകാം എന്ന് പറയുന്നത് എല്ലാവർക്കും നൽകുന്ന ഒരു തത്വമാണ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ നിന്നുമൊക്കെ ബന്ധങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടി ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് പ്രാപ്തിക്കായി ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കണം. കാടില്ലെങ്കിലും കാട്ടിൽ പോകണമെന്ന് മാത്രമല്ല, എല്ലാറ്റിനും മറ്റുള്ള നിത്യ ജീവിതത്തിലുള്ള ആസക്തി വെടിയണം എന്നാണ് പറയുന്നത്. നിത്യജീവിതം പൂർണ്ണമായും ജീവിക്കാം, പക്ഷേ ആസക്തി ഇല്ലാതെ ജീവിക്കണം എന്നാണ്. എന്തും ധരിച്ചാലും എന്തും ഉണ്ടായാലും അതിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് ജനക മഹാമുനിയെ ദേഹമില്ലാത്തവൻ എന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്, എന്നാലും അദ്ദേഹത്തിന് ഒന്നിലും ആസക്തിയില്ല, ഒന്നിനോടും ബന്ധമില്ല. അതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യാഭിത്തഃ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈതന്നിശ്ചിതോ ജീർണോ ജരയാവാസസി ഇവ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.